വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ്. അപ്പം മിസ് ടേബിൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഇത് ചെയ്യുന്നത്, നേരിട്ടെടുക്കാതെ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, പിന്നെ നമുക്ക് ഇനി ഈ ലെഫ്റ്റ് സൈഡിലൊരു ബ്ലൂ കളറിലൊരു കോളം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, അതർ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഇൻ ആറ്റം. നമ്മളിപ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, നിങ്ങൾ 3 പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതല്ലാതെ ആറ്റത്തിനുള്ളിൽ ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉള്ളത്? ബിസൈഡ്സ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ, ഏതൊക്കെയാണ്? സം അതർ പാർട്ടിക്കിൾസ് ആർ ഡിസ്കവേർഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? മീസോൺസ്, ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വളരെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മീസോൺസ്, ന്യൂട്രിനോസ്, ആൻറ്റി ന്യൂട്രിനോസ് ആൻഡ് പോസിട്രോൺസ്, ഇങ്ങനെ കുറേ വേറെ എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെയും ഇങ്ങനത്തെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കൂ. ഇഫ് യു ഇൻക്ലൂഡ് ദ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ ടു ദ സിംബൽ ഓഫ് എൻ ആറ്റം, more details about the atom can be inferred. We write the mass number on the top left. ഇതാണ് മാസ് നമ്പർ. നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് നമ്മൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ എഴുതുക? ഇപ്പോൾ എക്സ് എന്നൊരു ആറ്റം ആണെങ്കിൽ എക്സിൻ്റെ അറ്റോമിക് നമ്പർ നമ്മളിവിടെയാണ് എഴുതുക Z. മാസ് നമ്പർ നമ്മളിവിടെയാണ് എഴുതുക A. ഇത് നിങ്ങളിത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് അറ്റോമിക് നമ്പറും മുകളിലായിട്ട് മാസ് നമ്പറാണുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഏത് ആറ്റത്തിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ആറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന് രണ്ട് ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ളത് അതിൻ്റെ അറ്റോമിക് നമ്പറും മുകളിലുള്ളത് അതിൻ്റെ മാസ് നമ്പർ. പണ്ട് മിസ്സൊക്കെ പഠിക്കുന്ന കാലത്ത് റൈറ്റ് സൈഡിൽ മുകളിലായിരുന്നു എഴുതിയിരുന്നത്. ചിലപ്പോൾ അങ്ങനെയും ഇപ്പോൾ നിങ്ങൾ വേറെ എക്സാമിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മുകളിൽ ഇപ്പോൾ ഇങ്ങനെയും പണ്ടൊക്കെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ. ഇപ്പോഴാണിത് ഈ ഒരു സ്റ്റൈലിൽ ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ എന്തായാലും മുകളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാസ് നമ്പറും താഴെയുള്ളത് അറ്റോമിക് നമ്പറുമാണ്. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. താഴെ നോക്കൂ, ഒരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ആ കോളത്തിൽ സിമ്പൽ, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, ഇങ്ങനെ കുറേ കോളംസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് കോളം കൊടുത്തിട്ടുള്ളത്? ഹൈഡ്രജൻ, H. ഇനി വായിക്കിയത് H11. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് അടുത്തൊരു കോളമുണ്ട് 18 എലമെൻസിൻ്റെ. അതിൽ 20 എലമെൻറ്റ്സ്, 18 അതിലുള്ള 2 കൂടെ മിസ് പറഞ്ഞുതരാം. 20 എലമെൻറ്റ്സിൻ്റെ പേരും അറ്റോമിക് നമ്പറും എല്ലാവരും പഠിച്ചിരിക്കണം. എല്ലാവരും മിസ്സിൻ്റെ അടുത്ത് ട്യൂഷൻ വരുന്ന കുട്ടികളെ ഞാൻ 8ാം ക്ലാസ് തൊട്ട് തന്നെ പഠിപ്പിക്കും. അത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും 20 വരെയുള്ള ആറ്റത്തിൻ്റെ സിമ്പല്, പേര്, അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഓർഡറായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, പഠിക്കില്ല എല്ലാവരും? അപ്പോൾ അത് പഠിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നോക്കൂ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റ് ഏതാ? ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അറ്റോമിക് നമ്പർ അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഏതാ ഉള്ളത്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ളത് 1 എന്നാണ് അല്ലേ. ഈ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ളതാണ് അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതിയതാണ് മാസ് നമ്പർ. അപ്പോൾ H11 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറും 1 ആണ് ഹൈഡ്രജന്, മാസ് നമ്പറും 1 ആണ്. ഇനി നമ്മൾ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് നമ്പർ ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഇപ്പോൾ പ്രോട്ടോൺ 1, ഇലക്ട്രോൺ 1. ഓക്കെ, ദെൻ ന്യൂട്രോൺസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂട്രോൺസ് കാണാൻ നമ്മൾക്ക് ഇക്വേഷൻ ഉണ്ട്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ A മൈനസ് Z ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 മൈനസ് 1 എത്രയായിരിക്കും? 1 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു എലമെൻ്റാണ് ഇത്, ഹൈഡ്രജൻ. മറന്നു പോവോ? അപ്പോൾ ഒരേ ഒരു എലമെൻ്റാണ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ. ഇനി നമുക്ക് താഴെ നോക്കാം. അറ്റോമിക് ഹീലിയമാണ്, He എന്ന് പറഞ്ഞാൽ ഹീലിയം. എങ്ങനെ വായിക്കുക? He24 എന്നാണ് വായിക്കുക. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ളത് അറ്റോമിക് നമ്പറും റൈറ്റ് സൈഡിൽ മുകളിലുള്ളത് മാസ് നമ്പറും 2, 4. അറ്റോമിക് നമ്പർ 2 ആയതുകൊണ്ട് പ്രോട്ടോൺസും 2, ഇലക്ട്രോൺസും 2. മാസ് നമ്പർ കിട്ടാൻ എന്താ ചെയ്യണം?
അല്ല ന്യൂട്രോൺ കിട്ടാൻ എന്ത് ചെയ്യണം? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഇറ്റ്സ് ഈക്വൽ ടു 2. മനസ്സിലായോ? ദെൻ ലിഥിയം, Li ആരാണ്? ലിഥിയം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ളതാണ് 3. മാസ് നമ്പർ മുകളിൽ 7 ആണ് അല്ലേ? Li37 ആണ്. അപ്പോൾ മാസ് നമ്പർ 7. പ്രോട്ടോൺസ് എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും. ന്യൂട്രോൺസ് എങ്ങനെയാണ് ചെയ്യുക? 7 - 3 ഇറ്റ്സ് ഈക്വൽ ടു 4. അടുത്ത് നോക്കൂ, കാർബൺ. 612. എനിക്ക് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റില്ല, അതാണ് ഞാൻ താഴെ ബുക്കിലോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർബൺ ഏതാണ്? 612 അല്ലേ? 612 അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡിൽ താഴെയാണ്. 6 അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12ഉമാണ്. അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ പ്രോട്ടോൺ 6, ഇലക്ട്രോൺ 6. ന്യൂട്രോൺ എന്താ ചെയ്യേണ്ടത്? 12 - 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ. ദെൻ നിയോൺ എന്ന് പറയുന്നത് 1020 ആണ്. അറ്റോമിക് നമ്പർ താഴെ എഴുതിയത് 10 ആണ്. മുകളിൽ മാസ് നമ്പർ 20, പ്രോട്ടോൺസ് 10, ഇലക്ട്രോൺസ് 10. ന്യൂട്രോൺസ് എന്താ ചെയ്യുക? 20 - 10 ഇറ്റ്സ് ഈക്വൽ ടു 10. ദെൻ ആർഗൺ 1840. അറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ 40. അറ്റോമിക് നമ്പർ 18 ആണെങ്കിൽ പ്രോട്ടോൺസും 18, ഇലക്ട്രോൺസും 18. ന്യൂട്രോൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 40 - 18 നമുക്ക് എത്ര കിട്ടും? 22 എന്ന് കിട്ടും. ശരിയല്ലേ? 22 എന്ന് കിട്ടും. റൈറ്റ്. അപ്പോൾ ഇതാണ് ആ ടേബിൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു എലമെൻറ്റ് തന്ന് അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോൺസ് എത്ര, ന്യൂട്രോൺസ് എത്ര, ഇലക്ട്രോൺസ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ അറിയാം എല്ലാവർക്കും. റൈറ്റ്. അപ്പോൾ അടുത്തതിലേക്ക് പോയാലോ നമുക്ക്? നോക്കൂ, അടുത്ത ഭാഗം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ വായിക്കിയത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻ്റ് എന്നാണ്. എന്താണ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് മീനിങ് എന്നറിയാമോ? അറേഞ്ച്മെൻ്റ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. എവിടെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുക? ഇലക്ട്രോൺസ് എവിടെ അറേഞ്ച് ചെയ്യുക? അവർ ന്യൂക്ലിയസിന് ചുറ്റുമല്ലേ? അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ പർട്ടിക്കുലർ ഓർബിറ്റ്സ് ഓഫ് എൻ ആറ്റം, അല്ലെങ്കിൽ അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് in particular orbits around the nucleus of an atom is called electronic configuration. Okay, നമ്മൾക്ക് വേണ്ടത് ഒരു നമ്മളെന്താ പറയുക, ഒരു ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകണം? അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ഇൻ പർട്ടിക്കുലർ ഓർബിറ്റ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഈസ് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ഇപ്പം മിസ് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ലിഥിയം എന്നൊരു ആറ്റം. ലിഥിയം എന്നൊരു ആറ്റത്തിൽ ലിഥിയം എന്നൊരു ആറ്റം 37 അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ഈക്വൽ ടു Z3, മാസ് നമ്പർ 7, പ്രോട്ടോൺ 3, ഇലക്ട്രോൺ 3, ന്യൂട്രോൺ 4 അല്ലേ? ഇപ്പം ഈ 3 ഇലക്ട്രോൺസ് എല്ലാം കൂടെ അവിടെ ഒരു ഷെല്ലിൽ നിൽക്കല്ല. ആ 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു ഷെല്ലിൽ നിൽക്കുകയല്ല, അത്രയും സ്ഥലം ആ ഷെല്ലിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യണം. ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഷെല്ലുകളുണ്ട്. ഇപ്പോൾ ഇതൊരു ന്യൂക്ലിയസ്, ഏതെങ്കിലും ഒരു ആറ്റത്തെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ഫസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ n=1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിന് നമുക്കൊരു പേര് കൊടുക്കാം. അതിൻ്റെ പേരാണ് കെ ഷെൽ. എന്താണ് പേര്? ഫസ്റ്റ് ഷെല്ലിൻ്റെ പേരാണ് കെ ഷെൽ. രണ്ടാമത്തെ ഷെല്ലിന് നമുക്കൊരു പേര് കൊടുക്കാം എൽ. ഇപ്പോൾ KLMNO ഇങ്ങനെ പോകും ഷെല്ലുകളുടെ എണ്ണം. കെയിലാണ് തുടങ്ങുന്നത്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്പർ 1 ആണ്. ഫസ്റ്റ് ഷെല്ലാണ് കെ. അപ്പോൾ ഈ കെ ഷെല്ലിൽ ഒരുപാട് ഇലക്ട്രോൺ ഒന്നും കൊള്ളില്ല. കെ ഷെല്ലിൽ ആകെ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണെന്നറിയാമോ? 2 ഇലക്ട്രോണുകളെ മാത്രമേ കെ ഷെല്ലിൽ കൊള്ളുകയുള്ളൂ.
രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലുണ്ടല്ലോ, അതിൽ ഒരുപാട് ഇലക്ട്രോണെ കൊള്ളില്ല. എത്ര ഇലക്ട്രോണെ കൊള്ളുമെന്ന് അറിയാമോ? രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എല്ലിൽ ആകെ 8 ഇലക്ട്രോണുകളെ മാത്രമേ കൊള്ളുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെ പഠിച്ചു വയ്ക്കും നമ്മൾ? നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഒരു ഐഡിയ വേണം. ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളുന്നു എന്നറിയാൻ നമ്മൾക്കൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഏതെന്നറിയാമോ? ആ ഇക്വേഷൻ അതാണ് 2n². 2n². n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽ. നമ്പർ ഓഫ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k ആണെങ്കിൽ n = 1, l ആണെങ്കിൽ n = 2, m ആണെങ്കിൽ n = 3. ഇതാണ് അത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് k ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യുക? 2 × k ആണെങ്കിൽ n എത്രയാണ്? 1 അല്ലേ? ഫസ്റ്റ് ഷെല്ലല്ലേ k. ഇപ്പോൾ 1². അപ്പോൾ എത്ര എണ്ണമാണ്? 1² is 1, 1 × 2, 2. 2 ഇലക്ട്രോണുകളെ മാത്രമേ k ഷെല്ലിൽ കൊള്ളുകയുള്ളൂ. അടുത്തത് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 2 × 2². 2² എത്രയാണ്? 2² എന്ന് പറഞ്ഞാൽ 2 × 2. 2 × 2 എന്ന് പറഞ്ഞാൽ 4. 4 × 2 8. 8 ഇലക്ട്രോണുകളെ മാത്രമേ ഏതിൽ കൊള്ളുള്ളൂ? k എല്ലിൽ കൊള്ളുള്ളൂ. ഇനി m ആണെങ്കിൽ 2 × 3². 3². 3 × 3. 3 × 2 അല്ല, 3 × 3 9. 9 × 2 എത്രയാണ്? 18. ഇനി k l m n ഷെല്ലാണെങ്കിലോ? n ഷെല്ലാണെങ്കിൽ n = 4 ആണല്ലേ? അപ്പോൾ 2 × 4². 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 × 2 എന്ന് പറഞ്ഞാൽ 32. അപ്പം ഇങ്ങനെ പോയി നിങ്ങൾക്ക് സ്വന്തം ചെയ്തുകൂടെ? അപ്പോൾ ഈ എന്നിന് നിങ്ങൾക്ക് എത്രാമത്തെ ഷെല്ലാണോ, എത്രാമത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് അറിയണമെങ്കിൽ ആ എന്നിന് ഷെൽ നമ്പർ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എ ഷെൽ, ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? 2n². മറന്നു പോയില്ലല്ലോ, അതൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്. 2n². n = നമ്പർ ഓഫ് ഷെൽ. നമ്പർ ഓഫ് ഷെൽ എന്ന് പറഞ്ഞാൽ k ആണെങ്കിൽ 1, l ആണെങ്കിൽ 2, m ആണെങ്കിൽ 3, അങ്ങനെ പോകും. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളത് ഏതാണ്? ലിഥിയമാണ് അല്ലേ? ലിഥിയം എന്നുള്ള ഒരു ആറ്റത്തിനെയാണ് മിസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിഥിയം 37 അല്ലേ? ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചു പ്രോട്ടോൺ 3, ഇലക്ട്രോൺ 3, ന്യൂട്രോൺ 3. അപ്പം നിങ്ങൾക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണും എവിടെയുള്ളത്? ഷെല്ലിൻ്റെ ന്യൂക്ലിയസിനുള്ളിലുള്ളത്. ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിലാണ്. അപ്പം 3 പ്രോട്ടോണും n = 3 അല്ല, 7 - 3 എന്ന് പറഞ്ഞാൽ 4 ആണ് കേട്ടോ. അപ്പോൾ 3 പ്രോട്ടോണും 4 ന്യൂട്രോണും, ഇതാണ് എൻ്റെ ന്യൂക്ലിയസ്. ഇനി ഷെല്ലാണ്. ഫസ്റ്റ് ഷെല്ല് ഞാൻ വരച്ചു. ഈ ഫസ്റ്റ് ഷെല്ല് എത്ര ഇലക്ട്രോൺ കൊള്ളുന്നു നമ്മൾ പറഞ്ഞെങ്കിൽ 2 ഇലക്ട്രോണിക് കൊള്ളും. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ k ഷെൽ, ഫസ്റ്റ് ഷെൽ, l ഷെൽ, സെക്കൻഡ് ഷെൽ. ആകെ എത്ര ഇലക്ട്രോണുകളുണ്ട്? 3 ഇലക്ട്രോൺ. പല കുട്ടികളും മിസ് ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് അറിയാം, പല കുട്ടികൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം നോക്കി എഴുതും. അത് ചെയ്യരുത്. ഇലക്ട്രോണിക് പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമൊക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ പ്രോട്ടോണിനെ നോക്കരുത്. ചില ആൾക്കാർക്ക് ടീച്ചറേക്കാളും ഇവരെ എനിക്കാന്നൊരു കാണിക്കലുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ നോക്കി എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? തെറ്റിക്കരുത്. 3 ഇലക്ട്രോൺസ് ആണുള്ളത്. k ഷെല്ലിൽ 2 എണ്ണം കൊള്ളും നമ്മൾ പഠിച്ചല്ലേ? അപ്പോൾ 2 എണ്ണം kയിൽ. ബാക്കി എത്ര ഉണ്ട്? 3 എണ്ണം എന്ന് പറഞ്ഞാൽ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഷെല്ലിൽ 1 ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നാണ്. നമുക്ക് എങ്ങനെയാണ് വരയ്ക്കണം അടുത്ത അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു ചാർട്ട് എഴുതാനുണ്ട്. ആ ചാർട്ടിൽ എലമെൻറ്റിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ എഴുതണം? ഓരോന്നും എഴുതണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ഞാൻ ഇതെടുക്കാം, ആ ഭാഗം എടുക്കാം. കണ്ടോ? ഇതാണ് നമ്മുടെ ചാർട്ട്. എലമെൻറ്റ്, അതിൻ്റെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജന് ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ ഷെല്ല്. kയിൽ 2 എണ്ണം കൊള്ളും അല്ലേ? k ഷെല്ലിൽ 2, l ഷെല്ലിൽ 8, m ൽ 18, n ൽ 32, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ?
അപ്പോൾ എൽ ഷെൽ അടുത്തത് ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, 2 ആണ്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ തന്നെ 2 ഇലക്ട്രോണുകളെ കൊള്ളും, 2 എണ്ണം കൊള്ളുമല്ലോ. അപ്പോൾ കെയിൽ 2 എണ്ണം. ഇതിനടുത്ത ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞാണ് 3. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറ്റോമിക് നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും 3 ആയിരിക്കും അല്ലേ. അപ്പോൾ 3 എന്ന് പറയുമ്പം ഫസ്റ്റ് ഷെല്ല് 2 കൊള്ളൂ മാക്സിമം. അപ്പോൾ മാക്സിമം 2 എഴുതി, രണ്ടാമത്തെ ഷെല്ലിലേക്ക് ബാക്കിയുള്ള 1 എഴുതി. അടുത്തത് ബെറിലിയം. ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും 4 ആയിരിക്കും. 4 എന്ന് പറഞ്ഞാൽ കെ ഷെല്ലിൽ 2, ബാക്കി 2 എണ്ണം എൽ ഷെല്ലിൽ. അങ്ങനെ ബോറോൺ, കാർബൺ, അങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് അടുത്ത പേജിൽ കൂടെ നോക്കാം എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അടുത്ത പേജിൽ നോക്കിയണ്ടോ? അടുത്ത പേജിൽ നമുക്ക് അങ്ങനെ എഴുതാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നൈട്രജൻ ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം നൈട്രജൻ ഉണ്ട്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, 25 എന്ന് എഴുതാം. ഓക്സിജൻ അറ്റോമിക് നമ്പർ മാത്രം അറിഞ്ഞാൽ മതി, 826. ഫ്ലൂറിൻ 27, നിയോൺ 28. അടുത്ത സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തേൽ 8, മൂന്നാമത്തേൽ 1. ആദ്യത്തിൽ 2 കൊള്ളുള്ളൂ മാക്സിമം, രണ്ടാമത്തിൽ 8 കൊള്ളുള്ളൂ. ബാക്കി അപ്പോൾ 8ഉം 2 10 ബാക്കിയുള്ള 1 തേർഡ് ഷെല്ലിൽ സോഡിയം. അത് കഴിഞ്ഞിട്ട് മാഗ്നീഷ്യം. മൂന്നാമത്തെ ഷെല്ല് 18 എണ്ണം വരെ കൊള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ പോവാം. പക്ഷെ അത് നമ്മൾ ആർഗൺ വരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി പൊട്ടാസ്യവും കാൽസ്യവുമാണ്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ആൾ പൊട്ടാസ്യമാണ്, അടുത്ത ആൾ കാൽസ്യമാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് എഴുതുന്ന കാര്യത്തിൽ. നമുക്ക് അടുത്ത ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് അങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചാൽ മതി ആർഗൺ വരെ. പക്ഷേ 20 വരെ നിങ്ങൾ പേര് പഠിക്കണം. 19ാമത്തെ ആൾ പൊട്ടാസ്യവും 20ാമത്തെ ആൾ കാൽസ്യവുമാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് in particular orbits around the nucleus of an atom is called electronic configuration. മനസ്സിലായോ? നോട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക. ഇത് നോട്ടിൽ എഴുതണം എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ നമുക്ക് താഴെ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ കെ ഷെൽ? അല്ലേ, കെ ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര നമ്മൾ പഠിച്ചു? കെ ഷെല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോൺ എണ്ണം 2 ആണ്, 2 എണ്ണേ കൊള്ളുള്ളൂ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ? എത്ര എണ്ണം കൊള്ളും? 8 എണ്ണം അല്ലേ. ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഷെൽ ഈസ് ബേസ്ഡ് ഓൺ ഫോളോയിങ്. അപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് that can be accommodated in a shell is 2n square. കണ്ടില്ല എല്ലാവരും? 2n square. എന്താണ്? n is the number of shell. നമ്പർ ഓഫ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കൂ. താഴത്തേക്ക് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽ 1 ആണ്. കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലാണ്, ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഷെല്ലാണ് കെ. അപ്പോൾ അതിന് n ഈക്വൾ ടു എന്ത് കൊടുക്കണം? n ഈക്വൾ ടു നമ്മൾ 1 എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് n ഈക്വൾ ടു 1, L ആണെങ്കിൽ n ഈക്വൾ ടു 2, M ആണെങ്കിൽ n ഈക്വൾ ടു 3 അല്ലേ. 3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കൊടുക്കണം? 2 × 3 സ്ക്വയർ. 3 സ്ക്വയർ 6 അല്ല, 3 സ്ക്വയർ 9 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 അല്ലേ. 3 × 3 പിന്നെ ഒരു × 2 ഉണ്ട്. 3 × 3 9, 9 × 2 18. n ഷെല്ല് n ഈക്വൾ ടു എത്രയാണ്? 4 ആണ്. അപ്പോൾ 2 × 4 സ്ക്വയർ. 4 സ്ക്വയർ എത്രയാണ്? 4 × 4 16. 16 × 2 32 വരും. മനസ്സിലായോ? ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഷെൽസ് ഓഫ് ഹയർ എനർജി ഹാപ്പൻസ് ഓൺലി ആഫ്റ്റർ ദ ഷെൽസ് ഓഫ് ലോവർ എനർജി ആർ ഫിൽഡ്. അതായത് ആദ്യം തന്നെ ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എമ്മിലും എന്നിലൊന്നും പോയിട്ട് നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞാൽ ഓടിപ്പില്ല ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന പോലെ അല്ല ഇലക്ട്രോൺസ് കേട്ടോ. അവർ ആദ്യം എന്താ ചെയ്യാം? ആദ്യം ന്യൂക്ലിയസിൻ്റെ അടുത്ത് പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അടുത്തെന്ന് പറയുമ്പോൾ അട്രാക്ഷൻ ഭയങ്കര കൂടുതലാവും. അപ്പോൾ അവർക്ക് എനർജി കുറവായിരിക്കും. അപ്പോൾ ആ എനർജി ലോവർ എനർജിയുള്ള ഷെല്ലുകൾ ഫില്ല് ചെയ്തിട്ട് മാത്രമേ ഹയർ എനർജിയുള്ള ലെവലിലേക്ക് പോവുകയുള്ളൂ.
അതായത് KLMN അങ്ങനെ മാത്രമേ പോവുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ വേറെ ഏതെങ്കിലും ഒരു ഷെല്ലിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യില്ല. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് അടുത്തത്? അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ. നമുക്ക് അടുത്ത പേജിൽ എന്താണ് നോക്കൂ. The maximum number of electron that can be accommodated in the outermost shell of an atom is 8. ഇനി അടുത്തത് ബോർ മോഡൽ വരയ്ക്കാനാണ്. നമ്മളോട് ബോർ മോഡൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോർ മോഡൽ വരയ്ക്കുക എങ്ങനെയാണ്? ബോർ മോഡൽ എന്തായിരുന്നു? അപ്പോൾ നമുക്കത് നോക്കാം അല്ലേ. എന്താണ് ബോർ മോഡൽ, എങ്ങനെ, ഹൗ ടു ഡ്രോ ബോർ മോഡൽ എന്നുള്ളതാണ്. ബോർ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ബോർ എന്താ പറഞ്ഞിട്ടുള്ളത്? നീൽസ് ബോർ എന്താ പറഞ്ഞത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ inside the nucleus of an atom. Electrons are revolving around the nucleus of an atom അല്ലേ, through fixed orbits. ഈ ഫിക്സഡ് ഓർബിറ്റ്സിന് പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് ഷെൽ അല്ലെങ്കിൽ എനർജി ലെവൽ എന്നുള്ളത്. അപ്പോൾ എനർജി ലെവൽ ഫസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേരാണ് K, പിന്നെ L, M, N അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്കിപ്പം മെഗ്നീഷ്യം എന്നൊരു തന്നിട്ടുണ്ട്. വരയ്ക്കാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് എപ്പോഴും. മെഗ്നീഷ്യം 1224 അല്ലേ. ഇപ്പോൾ അറ്റോമിക് നമ്പർ Z = നിങ്ങൾ എടുത്ത് തരണം താഴത്തേക്ക്. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. Z = 12, മാസ് നമ്പർ A = 24. താഴെ എഴുതണം, വൃത്തിയായിട്ട് എഴുതണം. അറ്റോമിക് നമ്പർ 12, മാസ് നമ്പർ 24. അറ്റോമിക് നമ്പർ 12 ആയാൽ പ്രോട്ടോൺ 12, ഇലക്ട്രോണും 12 ഒന്നിച്ചുകൊണ്ട് എഴുതിയേക്കുക. ദെൻ മാസ് നമ്പർ 24 ആയതുകൊണ്ട് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ 24 - 12 = 12. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇപ്പം പ്രോട്ടോണും 12 പ്രോട്ടോണും 12 ന്യൂട്രോണും ന്യൂക്ലിയസിലുണ്ടാവും. പക്ഷെ നമ്മൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 12 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അത് എവിടെയൊക്കെ ഉണ്ടാവും നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിൽ 12 എണ്ണം ഉണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, 2 + 8 10, റിമൈനിങ് 2, 12 ആണ് ടോട്ടൽ, റിമൈനിങ് 2. സോ ഇറ്റ് ഈസ് ഇൻ ദി M ഷെൽ. ഇപ്പോൾ KLM 3 ഷെല്ലാണുള്ളത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ന്യൂക്ലിയസ് വരയ്ക്കുക ആദ്യം. അതിൽ 12 പ്രോട്ടോൺസ് വരയ്ക്കുക, 12 ന്യൂട്രോൺസ് വരയ്ക്കുക, ഫസ്റ്റ് ഷെല്ല് വരയ്ക്കുക, 2 ഇലക്ട്രോൺ മാക്സിമം വിട്ട് വരയ്ക്കണം. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാത്തിൽ മുകളിൽ ഇലക്ട്രോണും താഴെ ഇലക്ട്രോണും പോവും, അങ്ങനെയല്ല. നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഇലക്ട്രോൺസ് ഒരിക്കലും ഒരേ ഡയറക്ഷനിൽ പോവില്ല. ഒരാൾ ഇങ്ങനെ കറങ്ങുകയാണെന്ന് വെച്ചാൽ മറ്റാൾ നേരെ തിരിഞ്ഞാണ് കറങ്ങുക. അങ്ങനെ 3 ഡയമെൻഷനാണ്. ഇങ്ങനെ പോവാം, ഇങ്ങനെ എവിടെ വേണമെങ്കിലും പോകും. ഇതിന് ചുറ്റും അവർക്ക് 3 ഡയമെൻഷനിൽ എവിടെ വേണമെങ്കിലും കറങ്ങാൻ പറ്റും. മനസ്സിലായോ? കാരണം എന്താണ്? 2 എണ്ണം അടുത്തടുത്ത് നിൽക്കില്ല. കാരണം ഓൾ ദ ഇലക്ട്രോൺസ് ഹാവ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അവർ പരസ്പരം റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് പല ഡയറക്ഷനിലാണ് അവർ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ മാക്സിമം വിട്ട് വരയ്ക്കുക. അല്ലാതെ 2 ഇലക്ട്രോണിനും കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് വരയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? ഇനി അടുത്ത രണ്ടാമത്തെ വരയ്ക്കുമ്പോൾ 8 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ്. ഓക്കെ. ദെൻ തേർഡ് ഷെൽ 2 ഇലക്ട്രോൺസ് 1, 2 കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നത് നിങ്ങളിപ്പോൾ ചോദിക്കും ഇതെല്ലാം മിസ് ഒരുപോലെയല്ലേ വരച്ചത്. അപ്പോൾ എഴുതാൻ എളുപ്പത്തിന്, എണ്ണി നോക്കാൻ എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ മോഡലിൽ നമ്മൾ പറയുന്ന പേരാണ് ബോർ മോഡൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നൈട്രജൻ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 714 അല്ലേ, 2-3 എണ്ണം കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 714. ഇപ്പം നമ്മൾ അറ്റോമിക് നമ്പർ എത്രയാണ്, മാസ് നമ്പർ എത്രയാണെന്നൊക്കെ എഴുതണം. അറ്റോമിക് നമ്പർ 7, മാസ് നമ്പർ 14 അല്ലേ. പ്രോട്ടോൺ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് പ്രോട്ടോൺ 7, ഇലക്ട്രോൺ 7. ന്യൂട്രോൺ കാണാൻ എന്താ ചെയ്യേണ്ടത്? A - Z 14 - 7 = 7. ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ടത് എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ടോട്ടൽ 7 അല്ലേ. അപ്പോൾ അതിൽ ടോട്ടൽ ഇലക്ട്രോൺ 7 ആണല്ലേ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ബാക്കി എത്ര ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. ഈ 8 എണ്ണം കൊള്ളൂ. നമ്മളടുത്ത് എത്ര ഉള്ളൂ? 5 അല്ലേ ഉള്ളൂ. അപ്പോൾ അത് സെക്കൻഡ് ഷെല്ലിൽ കിടന്നോട്ടെ. അപ്പം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുന്നു. ന്യൂക്ലിയസിനുള്ളിൽ 7 പ്രോട്ടോൺസ്, 7 ന്യൂട്രോൺസ്.
ദെൻ ഫസ്റ്റ് ഷെല്ല് വരയ്ക്കുന്നു 2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഷെല്ല് വരയ്ക്കുന്നു 1 2 3 4 5 ഇലക്ട്രോൺസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ മാഗ്നീഷ്യം എങ്ങനെയാണ് വരയ്ക്കുക, സൾഫർ എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ. നമുക്ക് വേണമെങ്കിൽ സൾഫറും കൂടെ ഒന്ന് നോക്കിക്കളയാം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. സൾഫറിൻ്റെ 1632 അല്ലേ, 1632 ഇങ്ങനെ വരയ്ക്കുക. അറ്റോമിക് നമ്പർ 16, മാസ് നമ്പർ 32, പ്രോട്ടോൺസ് അറ്റോമിക് നമ്പർ 16 ആയതുകൊണ്ട് പ്രോട്ടോൺ 16, ഇലക്ട്രോൺ ഓൾസോ 16. ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുക? അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഉണ്ടെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 32 മൈനസ് 16 ഇറ്റ്സ് ഈക്വൽ ടു 16 അല്ലേ. ഇനി നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോൺ എത്ര ഉണ്ട്? 16. ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8. അപ്പോൾ എത്ര? 2 + 8 10. തേർഡ് ഷെല്ലിൽ 18 വരെ കൊള്ളൂ. നമ്മളെ കയ്യിൽ 6 എണ്ണേ എഴുതാനുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും 2 8 6. അപ്പോൾ നിങ്ങൾക്ക് ചില കുട്ടികളല്ലെങ്കിൽ ചില സ്കൂളിലൊക്കെ ടീച്ചർമാർ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിച്ചാൽ ഇങ്ങനെ എഴുതുക, KLM എന്ന് എഴുതിയിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഇത് വരയ്ക്കാം, ന്യൂക്ലിയസ് വരയ്ക്കാം. ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺ 16, ന്യൂട്രോൺ 16 അല്ലേ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 1 2 3 4 5 6 7 8. ദെൻ നെക്സ്റ്റ് 6 ആണ്. 1 2 3 4 5 6 ഇലക്ട്രോൺസ്. കഴിഞ്ഞു, ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായോ? എത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് നമ്മൾ ഇത് വരയ്ക്കുക, ബോർ മോഡൽ വരയ്ക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഐസോടോപ്പുകളാണ് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ. എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിച്ചാൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. മിസ്സിൻ്റെ സമയത്തിനനുസരിച്ചിട്ട് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.